പരിശുദ്ധ അമ്മയുടെ പ്രിയപ്പെട്ട മക്കളെ, അമ്മയുടെ മക്കൾ എന്നുള്ള നിലയിൽ നാം ഒരു തീർത്ഥാടനം ആരംഭിക്കുകയാണ്. 33 ദിവസം നീണ്ടു നിൽക്കുന്ന ധ്യാനാത്മകമായ ഒരു യാത്രയാണ്. പരിശുദ്ധ അമ്മയുടെ ജന്മപ്പെരുന്നാളിൽ സെപ്റ്റംബർ മാസം 8-ാം തീയതി നമുക്ക് ഏറ്റവും സുരക്ഷിതത്വം കണ്ടെത്താൻ സാധിക്കുന്ന അമ്മയുടെ വിമല ഹൃദയത്തിൽ നാം പ്രവേശിക്കും. അതിലൂടെ നാം രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ സ്വന്തമായി തീരുകയും ചെയ്യും. ഈ യാത്ര തീവ്രമായ ഒരുക്കത്തിൻ്റെ ഒരു യാത്രയാണ്. ആദ്യത്തെ 12 ദിവസം ലോകാരൂപിയിൽ നിന്ന് മോചനം നേടാനുള്ള ആ ഒരു പരിശ്രമത്തിലാണ്. അതിനെ തുടർന്നുള്ള 7 ദിവസങ്ങൾ ഈ ലോകത്തോടെ നമ്മെ ബന്ധിച്ചിടുന്ന എല്ലാ കെട്ടുകളിൽ നിന്നും മോചിതരായി തീരാൻ തക്കവണ്ണം നമ്മുടെ കുറവുകളിലേക്ക് നാം നടത്തുന്ന ഒരു യാത്രയാണ്. ആ ബന്ധനങ്ങളിൽ നിന്ന് നാം വിമോചിതരാകും. നാം നമ്മെ തന്നെ കൂടുതലായി അറിയും. തുടർന്നുള്ള ഒരാഴ്ച നമ്മുടെ അമ്മയായ പരിശുദ്ധ അമ്മയിലേക്ക് നമ്മുടെ ഹൃദയം ചേർത്ത് വെച്ചുകൊണ്ട് അമ്മയെ കൂടുതൽ അറിയാൻ, അനുഭവിച്ചറിയാൻ നാം ശ്രമിക്കുകയാണ്. അവസാനത്തെ ആഴ്ച രക്ഷകനായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ഒരു അനുഭവത്തിലേക്ക് നാം കടന്നു വരികയാണ്. അവിടുത്തെ പാദപീഠത്തിങ്കൽ ഇരുന്ന് ആ ഗുരുമുഖത്ത് നിന്ന് അവിടുത്തെ കാരുണ്യവും അവിടുത്തെ സ്നേഹവും അവിടുത്തെ വലിയ ക്ഷമയും നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന അവിടുത്തെ കാത്തിരിപ്പുമെല്ലാം നാം ധ്യാനാത്മകമായി അനുഭവിച്ചറിയും. 33-ാമത്തെ ദിവസം പ്രത്യേകമായ ഒരുക്കത്തോടെ അമ്മയുടെ വിമല ഹൃദയത്തിൽ നമ്മെ ഓരോരുത്തരെയും സമർപ്പിക്കും. പ്രിയപ്പെട്ടവരെ, ഈ സമർപ്പണത്തിൽ നാം ഒറ്റപ്പെട്ടവരായിട്ടല്ല, നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ നാടിനെയും ലോകം മുഴുവനെയും നാം സമർപ്പിക്കണം. അതോടൊപ്പം ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഒരു പുതിയ ഭൂഖണ്ഡം എന്ന വണ്ണം മാധ്യമരംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഷക്കീന ടെലിവിഷനെ, ആ ടെലിവിഷന്റെ എല്ലാ ശുശ്രൂഷകരെയും അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിക്കണം എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. കാരുണ്യവാനായ കർത്താവിൻ്റെ വലിയ സംരക്ഷണം നമുക്ക് ലഭിക്കട്ടെ. തുടർന്ന് 1-ാം ദിവസത്തെ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 25 മുതൽ 30 വരെയുള്ള വചനങ്ങൾ. യേശുവിന്റെ കുരിശിനരികെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിന്റെ ഭാര്യ മറിയവും മഗ്ദലന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയേ, ഇതാ നിന്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. അനന്തരം എല്ലാം നിറവേറിക്കഴിഞ്ഞുവെന്ന് അറിഞ്ഞ് തിരുവെഴുത്ത് പൂർത്തിയാകുവാൻ വേണ്ടി യേശു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. ഒരു പാത്രം നിറയെ വിനാഗിരി അവിടെ ഉണ്ടായിരുന്നു. ഒരു വിനാഗിരിയിൽ കുതിർത്ത ഒരു നീർപ്പഞ്ഞി ഈ സോപ്പ് ചെടിയുടെ തണ്ടിൽ വെച്ച് അവന്റെ ചുണ്ടോടടുപ്പിച്ചു. യേശു വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു,
എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവൻ തലചായിച്ച് ആത്മാവിനെ സമർപ്പിച്ചു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വിശുദ്ധമായ ഒരു കർമ്മത്തിലേക്കാണ് നമ്മുടെ ജീവിതത്തെ ആകമാനം രൂപാന്തരപ്പെടുത്തുന്ന വിശുദ്ധമായ ഒരു സമർപ്പണത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. 33 ദിവസം നീണ്ടു നിൽക്കുന്ന ധ്യാനാത്മകമായ ഒരു യാത്ര. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ഹൃദയത്തിൽ ഇടം കണ്ടെത്തുക എന്നുള്ളതാണ്. അതിലൂടെ സ്വർഗീയ കൃപകളാൽ നിറയുകയും സ്വർഗീയമായ സംരക്ഷണം ഉറപ്പാക്കുകയുമാണ് ഈ സമർപ്പണത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. മറിയത്തിലൂടെ യേശുവിലേക്ക് എന്നുള്ളത് മനുഷ്യന്റെ പദ്ധതിയല്ല, സ്വർഗത്തിന്റെ പദ്ധതിയാണ്. രക്ഷകനായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് അയക്കപ്പെട്ടത് പരിശുദ്ധ അമ്മയിലൂടെയാണ്. നാം ഓരോരുത്തരും ഈ അമ്മയിലൂടെ സ്വർഗത്തിലെത്തണം, ദൈവത്തിലെത്തണം, ഈ രക്ഷാകരമായ അനുഭവങ്ങൾ സ്വന്തമാക്കണം എന്നുള്ളത് സ്വർഗത്തിന്റെ പദ്ധതിയാണ്. വിശുദ്ധ ലൂയി മോൺഫോർട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നു, യേശു അറിയപ്പെടേണ്ട വിധത്തിൽ അറിയപ്പെടാതിരിക്കുന്നതിന് ഉള്ള പ്രധാന കാരണം പരിശുദ്ധ മറിയം വേണ്ട വിധം അറിയപ്പെടാത്തതാണ്. പരിശുദ്ധ അമ്മ യേശുവിൽ എത്തുവാൻ ഒരു തടസ്സമല്ല, മറിച്ച് അനിവാര്യമായ ഒരു മാർഗമാണ് എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നാം വായിച്ചു കേട്ട സുവിശേഷ ഭാഗം ശ്രദ്ധിക്കണം. ഒറ്റയ്ക്കായി പോയ അമ്മയെ യോഹന്നാന് ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ള ഒരു കർമ്മമല്ല. അങ്ങനെയുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അതാണ്. എന്നാൽ ഇവിടെ ആദ്യം യേശു പറയുന്നത്, യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയേ, ഇതാ നിന്റെ മകൻ. ഇവിടെ ഒറ്റപ്പെട്ടു പോയ രണ്ടുപേരെ കൂട്ടിച്ചേർക്കുക എന്നുള്ളതല്ല. ഇത് സ്വർഗം കാണാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും മനോഹരമായ കാഴ്ചയാണ്. ക്രിസ്തു ശിഷ്യനും പരിശുദ്ധ അമ്മയും ചേർന്നു നിൽക്കുന്നു എന്നുള്ളത്. യേശുക്രിസ്തു കണ്ട ആശ്വാസത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയാണ് കുരിശിൽ കിടന്നുകൊണ്ട് കണ്ടത്. ശിഷ്യൻ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുന്നത് കണ്ടു. ഇത് കണ്ടുകൊണ്ടാണ് യേശു പറഞ്ഞു, സ്ത്രീയേ, ഇതാ നിന്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. ഇതിലൂടെ യോഹന്നാനെ ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ളത് മാത്രമല്ല, തന്റെ ശിഷ്യനെയും ശിഷ്യൻ പ്രതിദാനം ചെയ്യുന്ന മുഴുവൻ ക്രിസ്തു ശിഷ്യരെയും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഉറപ്പുള്ള സങ്കേതമാണ്. കാരണം ഈ ലോകത്തിൽ നിലനിൽക്കാനും വിശ്വാസത്തിൽ നിലനിൽക്കാൻ, കൃപയിൽ നിലനിൽക്കാൻ ആവശ്യമാകുന്ന സംരക്ഷണം പരിശുദ്ധ അമ്മയിൽ നിന്ന് ലഭിക്കുന്നു എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ നാം ഓർമ്മിക്കേണ്ടത്. അപ്പോൾ ഇവിടെ യേശുക്രിസ്തുവിന്റെ രക്ഷാകര പദ്ധതി പൂർത്തിയാകുന്നത് ഈ സമർപ്പണത്തിലൂടെയാണ്. ഈ സമർപ്പണത്തിനു ശേഷം
യേശു വിളിച്ചു പറഞ്ഞു, കുരിശിൽ കിടന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, എല്ലാം പൂർത്തിയായി. തന്റെ രക്ഷാകര ദൗത്യം പൂർത്തിയായത് പരിശുദ്ധ അമ്മയ്ക്ക് ക്രിസ്തു ശിഷ്യന്മാരെ ഏൽപ്പിച്ചു കൊടുത്തതിലൂടെയാണ്. അതിലൂടെ സഭയെ പടുത്തുയർത്താനുള്ള ആ ദൗത്യം പരിശുദ്ധ അമ്മയെ ഏൽപ്പിക്കുകയാണ്. ആ അമ്മ അന്നു മുതൽ ഇന്നുവരെയും പ്രിയപ്പെട്ടവരെ ആ ദൗത്യം നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നാം ഓർമ്മിക്കേണ്ടതുണ്ട്. ചിതറിപ്പോയ ശിഷ്യന്മാരെ ഒന്നിച്ചുകൂട്ടി, അവരെ ആശ്വസിപ്പിച്ചു, ധൈര്യപ്പെടുത്തി. അവസാനം യേശുവിന്റെ ഉത്ഥാനത്തിന് ശേഷവും യേശു സ്വർഗാരോഹണം ചെയ്തതിനു ശേഷവും പൂർണ്ണമായി കൂട്ടായ്മയിൽ നിലനിൽക്കാനോ സാക്ഷികളായി മാറാനോ അവർക്ക് ബലമുണ്ടായിരുന്നില്ല. അവരെ പരിശുദ്ധ അമ്മയാണ് ഒന്നിച്ചു ചേർത്തത്. പരിശുദ്ധ അമ്മയാണ് അഭിഷേകത്തിന് വേണ്ടി ഒരുക്കിയത്. അവരെ ഒരു കൂട്ടായ്മയാക്കി രൂപാന്തരപ്പെടുത്തിയത്. വെറും ശിഷ്യന്മാരായിരുന്ന അവരെ അപ്പോസ്തലന്മാരാക്കി തീർത്തത് പരിശുദ്ധ അമ്മ ഒരുക്കി സ്വർഗത്തിൽ നിന്ന് അവരിലേക്ക് പകർന്നു കൊടുത്ത പരിശുദ്ധാത്മാവിന്റെ ആ ശക്തിയാലാണ്. അങ്ങനെയാണ് അവരെ രക്തസാക്ഷികളായി തീരാൻ സജ്ജമാക്കിയത് എന്ന് പ്രിയപ്പെട്ടവരെ നാം ഓർമ്മിക്കേണ്ടതുണ്ട്. അന്നു മുതൽ ഇന്നുവരെയും പരിശുദ്ധ അമ്മ ഈ സഭാ ശരീരത്തെ പണിതുയർത്താൻ യത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ 33.5 വർഷം നീണ്ടുനിന്ന ആ ഒരു ആയുസ്സിൽ മാത്രമല്ല, ആ ഒരു ശരീരത്തിന്റെ അമ്മ മാത്രമല്ല, ആ ശരീരം യേശുക്രിസ്തുവിനെ ഈ 33.5 വർഷം മാത്രം വളർത്തി പോഷിപ്പിച്ചു എന്നുള്ളതല്ല. യേശുക്രിസ്തുവിന്റെ ശരീരമായ യേശുക്രിസ്തുവിന്റെ തുടർച്ചയായ സഭയെയും വളർത്താൻ, സംരക്ഷിക്കാൻ, പോഷിപ്പിക്കാൻ അന്നു മുതൽ ഇന്നുവരെയും പരിശുദ്ധ അമ്മ യത്നിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ വിവിധ ഇടങ്ങളിലായി പ്രത്യക്ഷപ്പെടുന്നത്. നമുക്കറിയാം, ആദ്യ നൂറ്റാണ്ടുകളിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പള്ളി പണിയണം എന്നാവശ്യപ്പെട്ട പരിശുദ്ധ അമ്മ ഈ കാലഘട്ടങ്ങളിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുമ്പോൾ കണ്ണീരൊഴുക്കിക്കൊണ്ടാണ്. ഈ ലോകത്തിന്റെ പാപം കണ്ടുകൊണ്ട്, നമ്മുടെ ഓരോരുത്തരുടെയും ബലഹീനതകൾ കണ്ടുകൊണ്ട്, നാമൊക്കെ നരകത്തിലേക്ക് നിബന്ധിക്കുന്നത് കണ്ടുകൊണ്ട്, ഇവിടെ തിന്മയുടെ കോട്ട ഉയർത്തപ്പെട്ടിരിക്കുന്നത് കണ്ടുകൊണ്ട് ഈ കോട്ടകൾ തകർക്കുന്നതിന് ആവശ്യമാകുന്ന അഭിഷേകം സ്വീകരിക്കാൻ തക്കവണ്ണം ഈ ജനതയെ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പരിശുദ്ധ അമ്മ നിരവധി ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് തന്റെ പ്രത്യക്ഷീകരണങ്ങളിലൂടെ സന്ദേശം നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും നാം ഓർമ്മിക്കേണ്ടതുണ്ട്. 33 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഒരുക്കം അത് 4 ഘട്ടമായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്നാമതായി ലോകാരൂപിയിൽ നിന്നുള്ള മോചനം. ആദ്യത്തെ 12 ദിവസം ലോകാരൂപി എന്നുള്ളത് കൊണ്ട് പാപജീവിതത്തിൽ നിന്നുള്ള ആ ഒരു വിടുതൽ എന്നുള്ള ആ ഒരു അർത്ഥത്തിലാണ് നാം മനസ്സിലാക്കേണ്ടത്. രണ്ടാമതായി ഓരോ വ്യക്തിയുടെ എന്റെ ബലഹീനതകൾ കണ്ടെത്താൻ എന്നിലേക്ക് തന്നെ നടത്തുന്ന ഒരു യാത്രയാണ് പരിശുദ്ധാത്മാവിന്റെ ആ ഒരു വെളിച്ചത്തിൽ, വചനത്തിന്റെ വെളിച്ചത്തിൽ ഓരോ വ്യക്തിയും തന്നിലേക്ക് തന്നെ നടത്തുന്ന ഒരു യാത്രയാണ് അവരുടെ ബലഹീനതകൾ കണ്ടെത്താൻ വേണ്ടിയുള്ള യാത്ര. മൂന്നാമതായി പരിശുദ്ധ അമ്മയെ അറിയുക, അടുത്തിരുന്ന് അറിയുക. എല്ലാ വരപ്രസാദങ്ങളുടെയും പങ്കുവെപ്പുകാരിയായ പരിശുദ്ധ അമ്മയെ, പരിശുദ്ധയായ അമ്മയെ, അഭിഭാഷകയായ പരിശുദ്ധ അമ്മയെ നാം അടുത്തറിയുക, നമ്മുടെ സ്വന്തം അമ്മയായി നാം തിരിച്ചറിയുക എന്നുള്ളതാണ്. 4ാമത്തെ ഘട്ടം, അവസാനത്തെ ആഴ്ച, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് നേടുക, അനുഭവം നേടുക. അവിടുന്ന് ദൈവമാണ് എന്ന്, ഏകരക്ഷകനാണ് എന്ന്, സമഗ്ര വിമോചകനാണ് എന്ന്, അവിടുന്ന് അനന്ത സ്നേഹമാണ് എന്ന് നാം തിരിച്ചറിഞ്ഞ് യേശുക്രിസ്തുവുമായിട്ടുള്ള ആ ഒരു ഐക്യത്തിലേക്ക് കടന്നു വരാൻ നാം പരിശ്രമിക്കുകയാണ് എന്നുള്ളതും പ്രിയപ്പെട്ടവരെ നാം ഓർമ്മിക്കേണ്ടതുണ്ട്. ലോകത്തിന്റെ വലിയൊരു പ്രലോഭനത്തിലാണ് നാം ഓരോരുത്തരും. ഈ ലോകാരൂപി നമ്മെ കീഴടക്കിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. റോമാക്കാർക്ക് ലേഖനം 12-ാം അധ്യായം 2-ാമത്തെ വചനം, നിങ്ങൾ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത
നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവീൻ. നിങ്ങൾ ലോകത്തിന് അനുരൂപരാകരുത്. ലോകാരൂപി പ്രകടമാകുന്നത് മുഖ്യമായും ത്രിവിധ പാപാസക്തികളിലൂടെയാണ് എന്ന് 1 യോഹന്നാൻ 2:15-16 വചനങ്ങളിൽ നാം വായിക്കും. ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിന്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല. ലോകത്തെ സ്നേഹിക്കുന്നവനിൽ പിതാവിന്റെ സ്നേഹം ഉണ്ടായിരിക്കുകയില്ല. എന്തെന്നാൽ ജഡത്തിന്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിന്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റെതല്ല, പ്രത്യുത ലോകത്തിൻ്റെതാണ്. പ്രത്യുത ലോകത്തിൻ്റെതാണ്. ഈ ലോകത്തിൽ നിന്നും, ഈ ലോകാസക്തിയിൽ നിന്നും വിടുതൽ നേടുക എന്നുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. 14 മുതൽ വാക്യങ്ങളിൽ, ഞാൻ ലോകത്തിൻ്റെതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റെതല്ല. ഞാൻ ലോകത്തിൻ്റെതല്ലാത്തതുപോലെ എന്റെ ശിഷ്യന്മാരും ലോകത്തിൻ്റെതല്ല. അതുകൊണ്ട് തന്നെ ലോകത്തെ നാം വെറുത്തുപേക്ഷിക്കണം എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ എന്താണ് പ്രിയപ്പെട്ടവരെ? നമ്മുടെ ജ്ഞാനസ്നാനത്തിലെ വാഗ്ദാനങ്ങളെ നവീകരിക്കുകയാണ് നാം ഇവിടെ ചെയ്യുന്നത്. ഈ ഒരുക്കത്തിലൂടെ പ്രധാനമായി ഒന്നാമത്തെ ഘട്ടത്തിൽ ചെയ്യുന്നത് അതാണ്. യേശുക്രിസ്തുവിനെ എന്റെ ഏകരക്ഷകനായി, നാഥനായി സ്വീകരിക്കുകയാണ്. ജീവിതം നിത്യമായി യേശുവിന് അടിയറ വയ്ക്കുകയാണ്. ഇവിടെ ലോകാരൂപിയെ വെറുത്തുപേക്ഷിക്കുകയാണ്. സാത്താന്റെയും അവന്റെ എല്ലാ അധികാരങ്ങളെയും ആഡംബരങ്ങളെയും അവന്റെ എല്ലാ വഴികളെയും നാം ഉപേക്ഷിക്കുകയാണ്. അതിനാവശ്യമാകുന്ന കൃപ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നീണ്ടു നിൽക്കുന്ന ഒരു യാത്ര, ആത്മീയമായ ഒരു യാത്ര. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ വ്യക്തികളായി, നിങ്ങൾ കുടുംബമായി ഈ അവസരം ഉപയോഗിക്കണം, ഗൗരവമായി എടുക്കണം, നമ്മെ വിശുദ്ധീകരിക്കണം. അമ്മയുടെ വിമല ഹൃദയത്തിൽ നാം ഇടം കണ്ടെത്തി സുരക്ഷിതമായ ഈ കവചത്തിനുള്ളിൽ നമുക്ക് ഈ കാലഘട്ടത്തിൽ പൈശാചികമായ ബന്ധനങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, നിരാശയിൽ നിന്ന്, പലതരത്തിലുള്ള പാപബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ നേടി സുരക്ഷിതരാകാൻ നാം പരിശ്രമിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഒരു കാലഘട്ടം പാപത്തിന്റെ വലിയൊരു വേലിയേറ്റമാണ് നാം കണ്ടെത്തുന്നത്. നാം നിരാശയ്ക്ക് അടിപ്പെട്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള ആസക്തികൾ മുഴുകിയിരിക്കുകയാണ്. ഇന്ന് ലോകം മുഴുവനും ഭീതിയിലായിരിക്കുമ്പോൾ അമ്മയുടെ മടിത്തട്ടിലും അമ്മയുടെ വിമല ഹൃദയത്തിലും നമുക്ക് ഇടമുണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ ഓർമ്മിക്കുക. അപ്പോൾ നാം ഓരോരുത്തരും ഒരുങ്ങി നമ്മെ തന്നെ സമർപ്പിക്കണം. നമ്മുടെ കുടുംബത്തെ നാം ഒരുക്കി കുടുംബമായി അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിക്കപ്പെടണം. അതിനുവേണ്ടി മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരണം. ഈ ദിവസങ്ങൾ കുമ്പസാരിച്ച് നാം ഒരുങ്ങണം. ഈ അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ ശുശ്രൂഷയിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കുടുംബമായി സംബന്ധിക്കണം. അതോടൊപ്പം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, കേരളത്തിലെ സഭയെ പ്രത്യേകമായ രീതിയിൽ എല്ലാ മെത്രാന്മാരെയും, എല്ലാ വൈദികരെയും, എല്ലാ സന്യസ്തരെയും, നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും സമർപ്പിക്കണം. നാനാജാതി മതസ്ഥരായ എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിക്കണം. ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ഈ കാലഘട്ടം വിഖ്വലതകളുടെ ഒരു കാലഘട്ടം, വല്ലാതെ അസ്വസ്ഥമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സുരക്ഷിതമായൊരിടമെന്ന വണ്ണം ലോകത്തെ മുഴുവനും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിക്കാം. അവിടെ മഹാമാരികൾക്ക് പ്രസക്തിയില്ല. അവിടെ ലോകത്തിന്റെ ആക്രമണങ്ങൾക്ക് കടന്നു വരിക സാധ്യമല്ല. സുരക്ഷിതമായ ആ സങ്കേതത്തിൽ, ആർദ്ര സ്നേഹം കൊണ്ട് നമ്മെ സംരക്ഷിക്കുന്ന ആ സങ്കേതത്തിൽ ഇടം കണ്ടെത്താൻ തക്കവണ്ണം പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ ലോകാരൂപിയിൽ നിന്ന് മോചനം നേടാം. നമ്മെ തന്നെ തിരിച്ച് നമ്മുടെ ബലഹീനതകളെ ഉപേക്ഷിക്കാം. പരിശുദ്ധ അമ്മയുടെ സ്നേഹവും പരിശുദ്ധ അമ്മയുടെ ആ ഒരു സംരക്ഷണവും നമുക്ക് തിരിച്ചറിയാം. കർത്താവായ യേശുക്രിസ്തു നമുക്ക് നേടിത്തന്ന ആ രക്ഷയുടെ അനുഭവം സ്വന്തമാക്കാൻ നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും ചെയ്യാം. നമുക്ക് തുടർന്നുള്ള ശുശ്രൂഷകൾ, ഈ വരുന്ന ദിവസങ്ങളിൽ നടക്കുന്ന, ഇനി 32 ദിവസം നീണ്ടു നിൽക്കുന്ന തുടർന്നുള്ള ശുശ്രൂഷകളിലെല്ലാം പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ.
രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ തിരുരക്തത്തിന്റെ സംരക്ഷണം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമുക്ക് തുടർന്നുള്ള പ്രാർത്ഥനകളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യാം. പരിശുദ്ധാത്മാവിനുള്ള പ്രാർത്ഥന. സൃഷ്ടാവായ പരിശുദ്ധാത്മാവേ വരിക, ഞങ്ങളുടെ ആത്മാക്കളിൽ വാസമുറപ്പിക്കുക. കൃപയും സ്വർഗീയ സഹായവുമായി വരിക, അങ്ങ് സൃഷ്ടിച്ച ഹൃദയങ്ങളെ നിറയ്ക്കുക. ശ്രേഷ്ഠനായ സഹായക, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അത്യുന്നതൻ്റെ ഏറ്റവും ഉന്നതമായ ദാനമേ, ജീവൻ്റെ ഉറവയെ, സ്നേഹാഗ്നിയെ, മതിരിക്കും സ്വർഗീയ അഭിഷേകമേ, അങ്ങറിയപ്പെടുന്നത് 7 ദാനങ്ങളാലാണല്ലോ. ദൈവകരങ്ങളിലെ വിരലുകൾ ഞങ്ങൾക്ക് സ്വന്തം. പിതാവിൻ്റെ വാഗ്ദാനം അവിടുന്നാണ്. ശക്തിയുടെ സ്രോതസ്സായ അഗ്നിനാവേ, ഞങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളെ പ്രകാശിപ്പിക്കുക. ഹൃദയത്തെ സ്നേഹത്താൽ ജ്വലിപ്പിക്കുക. ആഴമുള്ള ക്ഷമയും ഉന്നതമായ പുണ്യങ്ങളും ജഡത്തിൻ്റെ ബലഹീനതയെ അതിജീവിക്കുവാനായി ഞങ്ങൾ ഭയക്കുന്ന ശത്രുവിൽ നിന്നും അകലേക്ക് അങ്ങ് നൽകുന്ന യഥാർത്ഥ സമാധാനത്തിലേക്ക് അങ്ങയുടെ സഹായത്താൽ ജീവൻ്റെ പാതയിൽ നിന്ന് ഞങ്ങൾ ഒരിക്കലും വ്യതിചലിക്കാതിരിക്കട്ടെ. അങ്ങയുടെ കൃപയുടെ സമൃദ്ധിയാൽ പിതാവിനെയും പുത്രനെയും ഞങ്ങൾ അറിയട്ടെ. നിത്യമായും അങ്ങയെ മഹത്വപ്പെടുത്തട്ടെ. ഓ സനാതനമായ ദൈവചൈതന്യമേ സ്തുതി. എക്കാലവും സകല മഹത്വവും പിതാവിനും മരിച്ചവരിൽ നിന്ന് ഉയർത്ത പുത്രനും പരിശുദ്ധാത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ ലുത്തിനിയ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും സ്നേഹമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സർവശക്തനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ജീവദാതാവായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സ്നേഹദാതാവായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ശക്തിദാതാവായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സഹായകനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സർവനന്മ സ്വരൂപിയായിരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. കരുണയാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. നീതിയുടെ ഉറവിടമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ഭയമകറ്റുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പ്രത്യാശ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ജ്ഞാനം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ബുദ്ധി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. അറിവ് നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വിവേകം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ആലോചന നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ദൈവഭക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ദൈവഭയം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ആത്മശക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സ്നേഹമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ശാന്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ആനന്ദമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ക്ഷമ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ദയ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. നന്മ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സൗമ്യശീലം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ബ്രഹ്മചര്യം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. അനുസരണം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വിശ്വാസം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സകലത്തെയും പവിത്രീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സകലത്തെയും ശക്തിമൽക്കരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പ്രലോഭനങ്ങളിൽ നിന്ന് വിമോചിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സാത്താന്റെ കുടിലതന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാൻ ശക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വിശുദ്ധ കുർബാനയിൽ നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. കൂദാശകളിലൂടെ
ഞങ്ങളെ പവിത്രീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ജീവജലത്തിന്റെ അരുവിയായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. നിത്യജീവനിലേക്ക് എന്നെ നയിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. എന്റെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്ന സ്നേഹമേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. മറിയത്തിന്റെ സ്തോത്രഗീതം. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതിയെന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നും മറച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരെ അബ്രഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ക്രിസ്താനുകരണം. പുസ്തകം 1, അധ്യായം 16. അന്യരുടെ തെറ്റുകൾ ക്ഷമയോടെ സഹിക്കുക. ദൈവം മറ്റു വിധത്തിൽ നിർണയിക്കുന്നതുവരെ തന്നിൽ തന്നെയോ അന്യരിലോ തിരുത്താൻ കഴിയാത്തവ മനുഷ്യൻ ക്ഷമയോടെ സഹിക്കണം. ഇത് നിന്നെ പരീക്ഷിക്കാനും ക്ഷമാശീലം അഭ്യസിപ്പിക്കാനും ഏറ്റവും നന്നാണെന്ന് നനച്ചുകൊള്ളുക. ഇതുകൂടാതെ നമുക്കുണ്ടായേക്കാവുന്ന യോഗ്യതകൾ തീരെ നിസ്സാരമാണ്. ഇപ്രകാരമുള്ള പ്രതിബന്ധങ്ങൾ തരണം ചെയ്യാനും അവ വേണ്ടതുപോലെ സഹിക്കാനും ദയവായി നിന്നെ സഹായിക്കണമെന്ന് ദൈവത്തോട് തീവ്രമായി പ്രാർത്ഥിക്കുക. ആരോടെങ്കിലും 1-2 പ്രാവശ്യം പറഞ്ഞിട്ടും കൂട്ടാക്കുന്നില്ലെങ്കിൽ അവനോട് തർക്കിക്കാൻ പോകേണ്ട. ദൈവഹിതം അവിടുത്തെ ദാസരിൽ പൂർത്തിയാകാനും അവിടുന്ന് സ്തുതിക്കപ്പെടാനും വേണ്ടി തിന്മയെ നന്മയാക്കി മാറ്റാൻ കഴിയുന്ന ദൈവത്തെ സമസ്തവും ഫലമേൽപ്പിച്ചുകൊള്ളുക. അന്യരുടെ കുറ്റങ്ങളും കുറവുകളും ക്ഷമയോടെ സഹിക്കാൻ ശ്രമിക്കുക. അന്യർ സഹിക്കേണ്ട പല തെറ്റുകൾ നിന്നിലും ഉണ്ടാകുമല്ലോ. നിന്റെ ഇഷ്ടം പോലെ നിന്നെ നയിക്കാൻ നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ അന്യരെ നിന്റെ ഹിതം പോലെ നയിക്കുവാൻ നിനക്ക് എങ്ങനെ കഴിയും? അന്യർ പരിപൂർണരായിരിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നു, എന്നാൽ സ്വന്തം കുറവുകൾ നാം പരിഹരിക്കുന്നില്ല. അന്യർ നമ്മെ കർശനമായി ശാസിക്കുന്നത് നമുക്ക് തീരെ ഇഷ്ടമല്ല. അന്യർ അധികം സ്വാതന്ത്ര്യം പ്രകടിപ്പിക്കുന്നത് നമുക്ക് സഹിക്കാൻ കഴിയുകയില്ല. എന്നാൽ നാം ചോദിക്കുന്ന യാതൊന്നും നിഷേധിക്കപ്പെടരുതെന്നാണ് നമ്മുടെ ഭാവം. അന്യരെ നിയന്ത്രിക്കാൻ നിയമങ്ങൾ ഉണ്ടാകണമെന്ന് നാം ആഗ്രഹിക്കുന്നു, എന്നാൽ നമ്മെ നിയന്ത്രിക്കുന്നതും നാം ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അന്യരെ നമ്മെപ്പോലെ പരിഗണിക്കുന്നത് എത്ര അപൂർവമായിട്ടാണെന്ന് ഇതിൽ നിന്നും സ്പഷ്ടമാണ്. എല്ലാവരും പരിപൂർണരാണെങ്കിൽ അന്യരിൽ നിന്ന് ദൈവത്തെ പ്രതി സഹിക്കാൻ നമുക്ക് എന്തുണ്ടാകും? ഓരോരുത്തരും അന്യൻ്റെ ഭാരം വഹിക്കാൻ ശീലിക്കാനായി ദൈവം ഇങ്ങനെ നിശ്ചയിച്ചിരിക്കുന്നു. കുറവുകളില്ലാത്ത മനുഷ്യരില്ല, യാതൊരു ഭാരവും വഹിക്കാനില്ലാത്തവരില്ല. തനിക്ക് തന്നിൽ തന്നെ മതി എന്ന നിലയിൽ ആരുമില്ല. ആവശ്യത്തിന് വേണ്ട വിജ്ഞാനമുള്ളവരുമില്ല. ആകയാൽ നാം പരസ്പരം സഹായിച്ചും അന്യോന്യം ആശ്വസിപ്പിച്ചും സദ്ബുദ്ധി ഉപദേശിച്ചും പഠിപ്പിച്ചും അന്യർക്ക് ഉപകാരം ചെയ്യേണ്ടതാണ്. അനർത്ഥങ്ങളിടയ്ക്കാണ് ഓരോരുത്തരും എത്രമാത്രം പുണ്യമുണ്ടെന്ന് തെളിയിക്കുന്നത്. പ്രസ്തുത സന്ദർഭങ്ങൾ മനുഷ്യനെ ബലഹീനനാക്കുന്നില്ല, പ്രത്യുത അവൻ എങ്ങനെയുള്ളവനാണെന്ന് കാണിക്കുന്നു. ക്രിസ്തുവിൻ്റെ പരിപൂർണതയിലേക്ക് എന്നെ കൈപിടിച്ച് നടത്തുന്ന പരിശുദ്ധാത്മാവേ, ഞാൻ അങ്ങയെ ആരാധിച്ച് സ്തുതിക്കുന്നു. എനിക്ക് ലാഭമായിരുന്നവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി കണക്കാക്കാൻ ആത്മാവെ എന്നെ സഹായിക്കണമേ. പരിപൂർണതയ്ക്ക് വിഘ്നമാകുന്നതെല്ലാം ഉച്ഛിഷ്ടം പോലെ കരുതി ഉപേക്ഷിക്കാൻ എന്നെ ശക്തനാക്കണമേ.
എൻ്റെ പിന്നിലുള്ളവ പാടെ വിസ്മരിച്ച് മുന്നിലുള്ളവ ലക്ഷ്യമാക്കി മുന്നേറാൻ എന്നെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, പരിപൂർണതയിലേക്കുള്ള പ്രയാണത്തിൽ എൻ്റെ ഓരോ ചുവടുവെപ്പും അമ്മ തന്നെ നയിക്കണമേ. കൽപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും ദൈവരാജ്യത്തിന് യോഗ്യനല്ല എന്ന തിരുവചനം സദാ അനുസ്മരിച്ച് ഈ ദിവസം ജീവിക്കാൻ അമ്മേ എന്നെ സഹായിക്കണമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ തമ്പുരാന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സവഹാസവും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണവും മാലാഖവൃന്ദങ്ങളുടെ കാവലും ഈ സമർപ്പണത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടുകൂടെയും നിങ്ങളുടെ ഭവനങ്ങളോടുകൂടെയും ഈ നാടിന്റെ മേലും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ.